യുഎസിലെ ലോസ് ആഞ്ചലസിനെ വിറപ്പിച്ച് കാട്ടുതീ പടരുകയാണ്. 24 ജീവൻ കവർന്ന ശതകോടികളുടെ നാശം വരുത്തിയ അഗ്നിതാണ്ഡവം ഒരാഴ്ച പിന്നിടുമ്പോഴും ഇതുവരെ പൂർണ്ണ നിയന്ത്രണത്തിലായിട്ടില്ല. കാറ്റ് ശക്തമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് അതീവ ജാഗ്രതയിലാണ് നഗരം. 10,000 ഏക്കർ സ്ഥലം ഇതിനോടകം തന്നെ കത്തി അമർന്നിരിക്കുകയാണ്. നിരവധി പേർ മരിക്കുകയും ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഹോളിവുഡ് സെലിബ്രിറ്റികൾ അടക്കമുള്ള നിരവധി പേരുടെ ആയുഷ്കാല സമ്പാദ്യം വെന്തു വെണ്ണീറാവുകയും ചെയ്തു. ജനുവരി 7 ആരംഭിച്ച കാട്ടുതീ ഇപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാതെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് 40,000-ലേറെ ഏക്കറാണ് കാട്ടുതീയിൽ വെണ്ണീറായിരിക്കുന്നത്. 1,00,000-ഓളം പേർക്ക് ഇനി ഒഴിപ്പിക്കൽ മുന്നറിയിപ്പുമുണ്ട്. ഇതുവരെ $275 ബില്യൺ നഷ്ടമുണ്ടായെന്നാണ് കണക്കാക്കപ്പെടുന്നത്. യുഎസിലെ ലോസ് ആഞ്ചലസിൽ ഒരാഴ്ചയായി ആളിപ്പടരുന്ന കാട്ടുതീ 24 പേരുടെ ജീവനാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്. പാലിസൈഡിൽ 8 പേരും ഈറ്റണിൽ 16 പേരുമാണ് മരിച്ചത്. ഇനിയും മരണസംഖ്യ കൂടുമെന്നാണ് സൂചന. കാണാതായവരും നിരവധിയാണുള്ളത്. 1.5 ലക്ഷത്തോളം പേരെയാണ് ഇതുവരെ ഒഴിപ്പിച്ചത്. കൂടുതൽ പേരെ ഒഴിപ്പിക്കുവാൻ തയ്യാറെടുക്കുകയാണ് ഭരണകൂടം. എന്തായിരിക്കും ഈ ഒരു കാട്ടുതീയുടെ കാരണം? പൊതുവെ വേനൽക്കാല കാട്ടുതീകൾ കാലിഫോർണിയയ്ക്ക് സുപരിചിതമാണ്. കാട്ടുതീയുടെ സീസൺ എന്ന് പറയുന്നത് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള ഒരു കാലയളവാണ്. അതിന് കാരണമെന്ന് പറയുന്നത് വരണ്ട കാലാവസ്ഥയാണ്. വർഷത്തിൽ പരമാവധി 78 വരെ ഫയർ ദിവസങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട്. തെക്കൻ കാലിഫോർണിയൻ തീരപ്രദേശങ്ങളിലെ തീപിടുത്തങ്ങൾ മരിക്കാറ്റിനാൽ വ്യാപിക്കപ്പെടുന്നവയുമാണ്. മഴ ലഭ്യതയില്ലാത്തതിനാൽ ഈ സമയത്ത് സസ്യജാലങ്ങളെല്ലാം വരണ്ടുണങ്ങിയിരിക്കും. വർഷാവസാനത്തോടെ മഴക്കാലവും പിന്നീട് ശൈത്യകാലവും ആരംഭിക്കും. എന്നാൽ ഇതിൽ നിന്ന് വിപരീതമായി കാലിഫോർണിയയിൽ ശൈത്യകാലമായ ജനുവരിയിലാണ് ഇപ്പോൾ കാട്ടുതീ പടർന്നു പിടിക്കുന്നത്. ഇതിനുള്ള കാരണമെന്ന് പറയുന്നത് കടുത്ത കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്. ലോസ് ആഞ്ചലസിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 8 മാസമായിട്ട് ഇവിടെ മഴ പെയ്തിട്ടില്ല. സംസ്ഥാനത്ത് റെക്കോർഡ് ചൂടും ഉഷ്ണതരംഗവും രേഖപ്പെടുത്തിയ വർഷം കൂടിയായിരുന്നു 2024. 8 മാസമായി മഴ പെയ്യാത്തതുകൊണ്ട് തന്നെ വരണ്ട കാലാവസ്ഥയിൽ ചെടികളും കാടുകളും ഉണങ്ങി നിൽക്കുന്നതും കാട്ടുതീ വ്യാപിക്കുവാൻ വലിയ കാരണമായി മാറി. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ മാറ്റമാണ് തീ പിടിക്കാനും പടരാനും കാരണമായതെങ്കിലും തീ എവിടെ നിന്നാണ് ആരംഭിച്ചതെന്നോ എങ്ങനെയാണ് പടർന്നതെന്നോ ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടുമില്ല. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അതിവേഗത്തിൽ കാറ്റ് വീശുമെന്ന് മുന്നറിയിപ്പുള്ളതിനാൽ തീ അണയ്ക്കാനുള്ള കഠിന ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഇപ്പോഴും സ്ഥിതി ഗുരുതരമാണ്. പല നഗരങ്ങളിലും 13%-വും 20%-വും മാത്രമാണ് തീ അണയ്ക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ വലിയ കാട്ടുതീയെ നിയന്ത്രണ വിധേയമാക്കാം എന്ന ആശങ്കയിൽ തന്നെയാണ് ഭരണകൂടവും ലോകവും.